ശരിക്കും ഈ ബോൾഡിങ്ങുമായിട്ട് ഇതിന് കണക്ഷൻ ഉണ്ടെങ്കിൽ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ബോൾഡിംഗ് എന്ന് പറയുന്നത് പലർക്കും വളരെ ലോ ഏജിൽ കയറി വരികയാണല്ലോ. അപ്പോൾ ഈ ഈ മറ്റേ പ്രോസ്റ്റേറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ അതിന് എന്തെങ്കിലും രീതിയിൽ ഈ ബോൾഡിങ്ങിന് എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ അപ്പം കംപ്ലീറ്റ് കഷണ്ടി ആയി കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത ഹെയർ ഫോളിക്കൽ ഗ്രോ ചെയ്യുന്നു കരുതരുത്. തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നെറ്റി കയറാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ, ഒന്നെങ്കിൽ വെർട്ടെക്സ് ഇവിടെ ആയിരിക്കും, ഓക്സിപിറ്റൽ റീജിയനിലായിരിക്കും, അല്ലെങ്കിൽ ടെമ്പറൽ ഇതായിരിക്കും വരുന്നത്. അത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നോക്കി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം അവിടെ വരുമ്പോൾ നമ്മളുടെ ബോഡിയിൽ കൊഴുപ്പ് കൂടുതൽ അടിയരുത്. ഈ കൊഴുപ്പും ടെസ്റ്റോസ്റ്ററോണും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എല്ലാമായിട്ട് ബന്ധമുണ്ട്. ബേസിക്കലി ലേഡീസിലെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും കൂടുതലാണ്. കാരണം ജനറ്റിക്കലി തന്നെ ലേഡീസിന് ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലായിരിക്കും. നോർമലി തന്നെ ഒരു 25% ആണ് ലേഡീസിൽ ഹെൽത്തി ആയിട്ടുള്ളവരുടെ തന്നെ ഫാറ്റ് പെർസെൻറ്റേജ്. അതുകൊണ്ട് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എല്ലാം ലേഡീസിന് വരാൻ കൂടുതലായിരിക്കും. ഇപ്പോൾ PCOS എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അവരുടെ ഫസ്റ്റ് ഇത് വരുമ്പോൾ ഓവർ വെയിറ്റ് വരിക എന്നുള്ളതാണ് സാധാരണ വരുന്നത്. ഇപ്പം ലീനായിട്ടുള്ള PCOSലാണെങ്കിൽ തന്നെ അവരുടെ ബോഡിയിൽ പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ് കൂടുതലായിരിക്കും. അവരുടെ മസിൽ വീക്കായി പോയി പെർസെൻറ്റേജ് ഓഫ് ഫാറ്റ് കൂടുതലായിരിക്കും. ആ പ്രപ്പോർഷൻ തെറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജെൻസ് മനസ്സിലാക്കേണ്ടത്, എല്ലാവരും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോഴും കാണാറുണ്ട്, അവർക്ക് ഏറ്റവും വറിയുള്ള ഒരു കാര്യം മുടി പോകുമോ എന്നുള്ളതാണ്. പക്ഷെ മുടി പോകാതെ നമ്മൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം, നമ്മുടെ വെയിറ്റ് കുടവയറ് വരുന്നുണ്ടോ എന്ന് കാണുകയാണെങ്കിൽ തന്നെ അപ്പം തന്നെ ശ്രദ്ധിക്കുക. പക്ഷെ എല്ലാ കഷ്ണിയുള്ളവർക്കും കുടവയറുണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.